യൂട്യൂബ് ചാനൽ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് ചൊവ്വര. എന്റെ കടയിൽ പോയി. കുഴപ്പമില്ല, ഇത് സ്ഥിരമാണ്, അറിയാലോ നിങ്ങൾക്ക്. ഒരു ഇൻട്രോ എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇത് വരും. അതെല്ലാം ശുഭലക്ഷണമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. നമ്മുടെ തെക്കൻ ശബരിമല എന്നറിയപ്പെടുന്ന ചൊവ്വര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. മോനെ അത്രയും പഠിച്ചു. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവിടെ മകരവിളക്ക് എന്ന് പറഞ്ഞാല് നമ്മൾക്കറിയാം തെക്കൻ ശബരിമല എന്ന് പറഞ്ഞാല് അത്രയും എന്താണ് ഇമ്പോർട്ടൻസ് ആണ്. ഇവിടെ ഫുൾ അലങ്കരിച്ച് ലൈറ്റും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. ഇന്നിപ്പോ മകരവിളക്കിന്റെ തലേ ദിവസമാണ്. മകരവിളക്കിന് വന്നു കഴിഞ്ഞാല് നമ്മുടെ പൊടി പോലും കിട്ടൂല. ഭയങ്കര തിരക്കായിരിക്കും. അതിൻ്റെതായിട്ടുള്ള കുറെ ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവർ നല്ലപോലെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കില്ല, പക്ഷെ നാളെ ഭയങ്കര തിരക്കായിരിക്കും, നമുക്ക് അടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ വന്ന് തൊഴുതിറങ്ങി. പിന്നെ അകത്ത് നമുക്ക് കാണിച്ചു തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഹിബിറ്റഡ് ആണ്, ക്യാമറാസ് ഒന്നും പ്രൊഹിബിറ്റഡ് ആണ്. അതിപ്പം മിക്ക ടെമ്പിളുകളിലും അങ്ങനെയാണല്ലോ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചത്. അവിടെ കുറേ സ്റ്റോൾസും പിന്നെ കുറേ ഫുഡ്, കളിപ്പാട്ടം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മളെ നൊസ്റ്റാൾജിയൊക്കെ ഇങ്ങനെ വന്നു പോയി. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എന്തുവാ, അവിടെ അത്ര വലിയ തിരക്കൊന്നും ഇന്നുണ്ടായില്ല. പിന്നെ ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറിയപ്പോഴത്തേക്കും അതിനകത്തൊരു വേ ഉണ്ട്. ആ വേ വഴി പോയപ്പോൾ ഞങ്ങളൊരു സ്റ്റെപ്പ് കണ്ടു കേട്ടോ. ആ സ്റ്റെപ്പിൽ ഇരുമുടി കെട്ടുള്ളവർക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. അതിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങളൊരു ഗണപതിയുടെ ഒരു സ്റ്റാച്ചു കണ്ടു. പിന്നെ അവിടെ തൊഴുതിട്ട് ഞങ്ങൾ നടന്നപ്പോൾ കുറേ ഐറ്റം ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ എന്താ തെറ്റി, അത് ഇത് കുറേ ഐറ്റം ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലുള്ളൊരു ചെടി കണ്ടത് കേട്ടോ. പിന്നെ അതൊക്കെ വച്ച് നോക്കിയൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടെ നടന്ന് വന്നപ്പോഴത്തേക്കും ഈ മണികണ്ഠൻ്റെ ഒരു ചെറിയ എന്താ പറയുക, ഒരു സ്റ്റാച്ചു രൂപത്തിൽ എന്തോ പറയാൻ ശ്രമിക്കുന്ന രീതിയിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങള് നിക്കുന്നത് നല്ല വ്യൂ ആണ്. ഇപ്പം നിങ്ങക്ക് മനസ്സിലാവുന്നില്ല, ലൈറ്റ് ഞങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്യുന്നില്ല, സൂര്യാസ്തമനം എല്ലാം നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാം. നമ്മളിങ്ങനെ വെളുത്ത് പാറി നിൽക്കുന്നുണ്ടോ, കാരണം അത്രത്തോളം ലൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ വെളുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വരാം, എന്നിട്ട് കറുത്തിട്ട് പോവാം. വെറുതെ അതിങ്ങനെ പറഞ്ഞതാ. ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഈ ക്ഷേത്രത്തിൽ. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ശനിദോഷമൊക്കെ ഉണ്ടെങ്കിൽ ശനിയാഴ്ച ദിവസം ഇവിടെ വന്ന് നീരാഞ്ജനം കത്തിച്ചു കഴിഞ്ഞാൽ മുടങ്ങാതെ ഒരു 7 ആഴ്ചയൊക്കെ കത്തിക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ പറയുന്നു. പിന്നെ ഞങ്ങളതിനെ ശരിക്കും കണ്ടാല് ഞെട്ടിപ്പോയി കേട്ടോ. അവിടെ റോഡിൽ നിന്ന് തന്നെ എൻ്റെ ഭയങ്കരമായിട്ട് ഈ എന്താ പറയാ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ DJ ഒക്കെ നമ്മൾ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു വലിയ ലൈറ്റ് ഒക്കെ വെക്കത്തില്ലേ, അതേമാതിരി ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 2 കിലോമീറ്റർ കൂടുതൽ വരും കേട്ടോ. അത്രയും ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈവനിങ് വന്ന് ഇതൊക്കെ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ്. ക്യാമറ പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു ക്യാമറ എപ്പോഴും മേടിക്കും. ശരിക്കും വിഷമമുണ്ട് കേട്ടോ. അതാ ഞങ്ങളിങ്ങനെ പറയുന്നത്. കാരണം ആ ഈവനിങ് വൈബ് എടുത്തെങ്കിൽ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് കൂടെ കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയെന്നെ, ഞങ്ങളുടെ കൂടെ നിങ്ങൾക്കും. ഓരോ ടെമ്പിളിനും ഓരോരോ ഐതിഹ്യം ഉണ്ടല്ലോ. ഈ ടെമ്പിളിലാണെങ്കിൽ ഇങ്ങനെ ശനിദോഷം ഇങ്ങനത്തെ ഉള്ളവര്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എന്താണ് നമ്മുടെ ശബരിമല സീസണ് ഇവിടെ ഫുള്ള് തിരക്കായിരിക്കും. നമ്മുടെ ആ എൻട്രിയുടെ അവിടെ നിന്ന് തന്നെ എത്രത്തോളം കടകളാണല്ലേ, എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനെ നമ്മളുടെ ലിമിറ്റേഷൻസിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. അതുകൊണ്ടൊരു കട കണ്ടാലും നമ്മളിങ്ങനെ തിരിഞ്ഞു പോകും. അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. ശരിക്കും എനിക്ക് അറിയത്തില്ലായിരുന്നു നല്ലൊരു വ്യൂ ഒക്കെ എടുക്കാൻ പറ്റൂന്ന് കരുതിയാണ് ഞങ്ങളിങ്ങനെ നേരത്തെ ഇറങ്ങി തിരിച്ചത്. പക്ഷെ പ്രൊഹിബിറ്റഡ് ആണ്, അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മള് അതൊന്നും ലംഘിക്കാൻ പാടില്ല. ദൈവത്തിന്റെ ഒരു കാര്യങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതൊന്നും എടുത്തിട്ടില്ല. എന്തായാലും ഇനിയുണ്ടല്ലോ, എന്തായാലും വരണം കേട്ടോ. ഇപ്പൊ ശരിക്കും ഞങ്ങള് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് നേരെ ഇന്ന് തിരുവാതിരയാണ്, ധനുമാസത്തിലെ തിരുവാതിര. അപ്പം ഞങ്ങൾ എന്തായാലും എവിടെ പോകുന്നത്, തലക്കോടല്ലേ? അയ്യോ, തലക്കൽ ശിവക്ഷേത്രത്തിലാണ്. ഒന്ന് പോകാന്ന് വിചാരിച്ചു. വിചാരിച്ചപ്പോ ഞാനും കുഞ്ഞുങ്ങളും അങ്ങോട്ട് പോകാൻ പോവാണ്. അപ്പൊ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ കൂടെ വന്നോളൂ. കുഴപ്പമില്ല. ഈവനിങ് അവൾക്കൊരു ചായ നിർബന്ധമാണ്. ഇത് കൊടുക്കില്ല, ഞാൻ ഇന്ന് പോണ വഴിക്ക് മേടിച്ചു കൊടുക്കും. പാറു ഓക്കെ ആണല്ലോ? ഓക്കെ. ഇവിടെ കുറെ മരങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞങ്ങളുടെ മരം ചുറ്റി പ്രേമൊക്കെ കഴിഞ്ഞിട്ട് പോകും കേട്ടോ. അമ്പലത്തിൽ വന്നിട്ടാണ് കണ്ട. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കറിയാലോ ട്രെൻഡ്, അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം.
പിന്നെ പറയാനാണെങ്കിൽ ഈ ചൊവ്വര എന്ന് പറയുന്ന പേര് വന്നത് ഈ എന്താ പറയുക ഈ ഒരു വ്യൂവിൽ കടലിനെ 3 വരയായിട്ടാണ് കാണുന്നത്, അതുകൊണ്ടാണെന്നൊക്കെയാണ് ഈ പണ്ടുള്ളവർ പറയുന്നത്. പിന്നെ ഇവിടുത്തെ വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആഴിമലയിലെ പ്രതിമയാണ് കേട്ടോ. ഹലോ എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ധനുമാസ തിരുവാതിരയൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടെ എന്താ പറയുക കുറേ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ വഴിക്ക്. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് കുറേ കോസ്റ്റ്യൂമൊക്കെ എന്താ പറയുക കുറേ ഡിഫറെൻറ്റ് കളേഴ്സും അതും ഇതുമൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറിയപ്പോൾ ഞങ്ങളുടെ കസിൻ ഉണ്ടായിരുന്നു കേട്ടോ. കസിനും കസിൻ്റെ അനിയത്തിയും കൊച്ചും ഒക്കെ ഡാൻസിനുണ്ടായിരുന്നു തിരുവാതിരയ്ക്ക്. ഇത് നമ്മുടെ തലയിൽ ക്ഷേത്രത്തിലാണ് വന്നിട്ടുള്ളത്. എന്താണ് മഹാ തിരുവാതിര നടക്കുകയാണ്. നമ്മൾ വന്നപ്പോൾ 2 എണ്ണം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ കസിൻസിൻ്റെയൊക്കെ തിരുവാതിരയുണ്ട്. ഞങ്ങൾ അന്നൊരു ദിവസം പ്രാക്ടീസിന് പോയതാണ്, പിന്നെ നമുക്ക് പറ്റിയില്ല, അതുകൊണ്ട് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ എന്തായാലും ഒരു തിരുവാതിര എടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പം ഞങ്ങളത് ഷൂട്ട് ചെയ്യാൻ പോകുന്നു. ഇവിടെ പിന്നെ ക്യൂട്ട് ആൻഡ് ചപ്പി ആയിട്ട് ഒരാളും കൂടെ ഉണ്ട്, നമ്മുടെ കസിനിലല്ലേ, നല്ലൊരു സുന്ദരി കുട്ടി. അപ്പോൾ അവളും ഉണ്ട് തിരുവാതിരയ്ക്ക്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ കളിക്കാൻ കുട്ടികളേക്ക് ഇരിക്കുകയാണ് അല്ലേ അല്ലേ എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? നന്നായിട്ട് കളിക്കുമോ? ഇത് എൻ്റെ കസിൻ്റെ മകളാണ് കേട്ടോ. ഇങ്ങനെ കുറേ എണ്ണം നമ്മുടെ ഫാമിലിയിലുണ്ട് ഡാൻസർ. കുറേ കുട്ടി ഐറ്റംസ് ഉണ്ട്. ഇതാണ് നമ്മളെ കുട്ടിപ്പടാസിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കസിൻ്റെ മോളും കൂടെ ഉണ്ടായിരുന്നു. ഇതാണ് ആള്. അത് കഴിഞ്ഞ് കുറേ സുന്ദരിമണികളായിട്ടുള്ള കുറേ കുഞ്ഞു കുട്ടിപ്പടാസൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് പേരെയാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കുഞ്ഞു പിള്ളേരിങ്ങനെ കളിക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളത്, അതും ഈ തിരുവാതിര. പക്ഷെ നല്ല അടിപൊളിയായിട്ട് അവർ കളിച്ചിരുന്നു, നല്ല കോർഡിനേഷൻ ആയിരുന്നു. പിന്നെ സമയം വൈകിയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വിട്ടു. പിന്നെ അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വർഷത്തെ ധനുമാസ തിരുവാതിര.